നമ്മൾ ഈ ഒരു സംഭാഷണം തുടരുന്നതിനിടയിൽ ഒരാളെ കാണാതായി. അത് വെച്ച് ആ സന്ദർഭം വെച്ച് ഏതായിരിക്കും പാട്ട്? പറയാതെ പോയ ഒരാളല്ലേ? അതെ. നമ്മളറിയാതെ പോയ അറിയാതെ സംഭവമല്ലേ? പോയ ആളാണ്. അപ്പൊ പിന്നെ പറയാതെ അറിയാതെ തന്നെയാവും. അപ്പൊ നമ്മൾ നികേഷ് സാറിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ശരി. അല്ല ആ ഈ സാർ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രയൊക്കെ ഈ പാട്ടിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ പാട്ടിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് 2 വരി നമുക്ക് വേണ്ടി പാടി തന്നൂടെ? പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ആരാ? ആ. നികേഷ് പാടണമെന്നാണോ? അതെ അതെ. ഞാൻ കൃത്യമായിട്ട് പറയാം. ആളുടെ പേരൂടെ അക്കാര്യത്തിൽ പറയാട്ടോ. ഇന്നസെന്റ് ആണ് എന്റെ എക്കാലത്തെയും ഗുരു. രാകേഷ് ദീപു. പാടുമെന്ന് പറഞ്ഞാ മതി. പാടരുത്. ആര് ആര്? ഇന്നസെന്റ് പറയുന്നൊരു കാര്യം. അതെ, അതെ. പാടുന്നു പറഞ്ഞു. രാകേഷ് ദീപുവാ ചോദിച്ചത്. നികേഷ് സാർ 2 വരി പാടി കേൾക്കണമെന്നുണ്ട്. പക്ഷെ ഇന്നസെന്റ് പാടിയിട്ടുണ്ട് കേട്ടോ. ഇന്നസെന്റ് അല്ല പറഞ്ഞെങ്കിലും. ഇന്നസെന്റ് പാടിച്ചു. പാടിയിട്ടുണ്ട്. ഇന്നസെന്റ് പക്ഷേ പിന്നെ തളത്തിൽ ദിനേശനോട് പറഞ്ഞ ഉപദേശം അതെ അതെ അതെ. പാടുന്നു പറഞ്ഞാ മതി. പാടുമെന്ന് പറഞ്ഞാ അത് പക്ഷെ മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു പാടും. ഈ ശ്രീനിവാസൻ വലിയ കുഴപ്പമില്ലാതെ പാടും. ശ്രീനിവാസൻ നന്നായി പാടും അല്ലേ? ശ്രീനിവാസൻ അത്യാവശ്യം വിനീതിന്റെ അതായിരിക്കും അച്ഛൻ വിനീതിന് കിട്ടിയത്. ശ്രീനിവാസൻ നന്നായി പാടുന്ന ഒരാളാണ്. അത്യാവശ്യം നന്നായി ചില ദിവസം പാടിയിട്ടുണ്ടോ? പക്ഷെ നന്നായി ഇല്ല, പാടിയിട്ടില്ല. ചില പാടാമായിട്ടും സിനിമകളിൽ പാടും. ആ പാട്ട് പാടുന്ന കേട്ടറിയാല് പാടാൻ അറിയുന്ന ചില ആളുകൾ പാടുമ്പോൾ നമുക്കറിയാലോ. അതെ. പക്ഷെ പാടാൻ അറിയാമായിരുന്നിട്ടും പാടാതിരിക്കുന്ന ചിലരുണ്ട്. അവരെ കുറിച്ച് എന്താ അഭിപ്രായം? പാടാൻ അറിഞ്ഞിട്ട് പാടാതിരിക്കുകയാണെങ്കിൽ അത് എൻ്റെ ഈ നല്ല പാട്ട് ഇവിടെ വേസ്റ്റ് ചെയ്യണമെന്നുള്ള ചിന്തയിലായിരിക്കും അവരങ്ങനെ പാടാതിരിക്കുന്നത്. അത് അത്രേ ഉള്ളൂ. ഓ മൈ ഗോഡ്. അപ്പൊ നമുക്ക് പറയാതെ അറിയാതെ പാടാം. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്ക് കാണാതെ നീ പോയതല്ലേ, ദൂരയ്ക്കു നീ മാഞ്ഞതല്ലേ, സഖിയെ നീ കാണുന്നുവോ എൻ മിഴികൾ നിറയും നൊമ്പരം, ഇന്നും ഓർക്കുന്നുവോ വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്, ഇന്നും ഓർക്കുന്നു ഞാൻ എന്നും ഓർക്കുന്നു ഞാൻ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. വിജയശ്വാസം അല്ല, യേശുദാസ്. വിശ്വാസം പാടിയല്ലേ? ഇതൊക്കെ ഇവിടെ വരുമ്പോ ഒരു തീരുമാനം എടുത്തിട്ടാ വന്നത്. പാടണ്ട എന്ന്. അതെ അതെ അതെ. എത്ര നിർബന്ധിച്ചാലും പാടരുത്. പാർവതിയുടെ നിർബന്ധത്തിൽ ആണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ റിപ്പോർട്ടറിൽ വരുമ്പോ എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ റിപ്പോർട്ടർമാരെല്ലാം അത് അട്ടിമറിക്കുമ്പോൾ മാറ്റി, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ ഇനി വരുന്നുള്ളൂ. പക്ഷെ ദീപക് ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാ സംഗീത സംവിധായകരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം പാട്ടുകാരാകുക എന്നുള്ളതാണ്. എല്ലാവരും അല്ല. അതിപ്പോ എനിക്ക് അങ്ങനെ ആഗ്രഹമില്ലല്ലോ. ഓക്കെ. കാരണം എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റാവുന്നതല്ലേ നമ്മൾ ചെയ്യാൻ പാടും. ഇപ്പൊ പാടാൻ വേണമെങ്കിൽ ഇപ്പൊ ഈ പാട്ട് ഞാൻ ഇങ്ങനെ പാടി എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നാട്ടുകാരെ പാട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന എനിക്ക് എൻ്റെ പാട്ട് ശരിയാക്കി ഇടാനുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ പാട്ട് ചെയ്ത് കഴിയുമ്പം പാട്ടിനോട് ഭയങ്കര ഒരു പൊസസീവ്നെസ് വരുമ്പം ഈ പാട്ട് എൻ്റെ ശബ്ദത്തിൽ പാടി ഇങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചും കൂടി നല്ല ശബ്ദം പാടിയത് എങ്ങനെ ഉണ്ടാവും എന്ന് ചിന്തിക്കുമ്പോഴാണ്. നന്നാക്കുക എന്നുള്ളത്. അതെ. അപ്പൊ പിന്നെ നമ്മൾ എപ്പോഴും അതിന് യോജിച്ച് കുറച്ചും കൂടി വേറൊരാളെ വിളിക്കും. ഒറ്റ അവസാനം നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്ന ഒറ്റ ചോദ്യം. ഇതുവരെ ചെയ്ത 21 വർഷത്തിനിടയിലുള്ള ഈ ഒരു കരിയറിൽ സിനിമയ്ക്ക് വേണ്ടി ചെയ്തു തുടങ്ങിയ ക്രോണിക് ബാച്ചലർ ഉണ്ടല്ലോ, അതിൽ നമ്മുടെ നികേഷ് സാറിന് കൊടുക്കുവാണെങ്കിൽ ഏത് പാട്ടായിരിക്കും കൊടുക്കുക? ഇതുവരെ കേട്ട ശബ്ദം കൂടെ വെച്ച്. ഇദ്ദേഹത്തിന്റെ ഒരു പൊതുവെ ഞാൻ കണ്ടൊരു നമ്മുടെ പ്രേക്ഷകർ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഒരു സംഗീത സംവിധായകനെ പ്രേക്ഷകർക്കുള്ള കിട്ടിയപ്പോൾ ഉത്തരം തന്നെയാണ്. എപ്പോഴും പുള്ളി ഒന്നിക്കൽ പുള്ളി ആരെങ്കിലും എടുത്തിട്ട് കുടയുന്നേ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ആരെങ്കിലും പുള്ളിനെ കുടയുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഇത് അത് കുറവാ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് എടുത്തിട്ട് കുടയുന്ന പാട്ട് കടവുള പോലെ എന്നുള്ള റാപ്പ് സോങ്ങിനെ ആയിരിക്കും പുള്ളിക്ക് ചെയ്യുന്നത്. കടവുളെ പോലെ റാപ്പ് സോങ് ഡെഡിക്കേറ്റ് ടു നികേഷ് സാർ. അതെ അതെ. ഇവിടെ ആണെങ്കിലോ ഇതിങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഉണ്ണി സാറ് പുലിയാണ്. അതെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചീറ്റും. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിംഹം അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം ഇതൊക്കെ വെച്ചിട്ട് സ്വയംവര ചന്ദ്രിക പോലെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്നോ? ഇവിടെ പാട്ട് പാടും. അത് പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ പാടും യൂട്യൂബിലൊക്കെ നമ്മൾ കഴിഞ്ഞ മോർണിംഗ് ഷോയിൽ തന്നെ പാടിയിരുന്നു. അത് ശരി. പക്ഷെ ഞാൻ എന്റെ ചോയ്സ് പറയട്ടെ. ഇപ്പൊ സ്വയംവര ചന്ദ്രികയാണ് ദീപക് എനിക്ക് തരുന്നെങ്കിലേ എന്റെ ചോയ്സ് ആരാന്നേ ഒരു പാട്ട് പാടാൻ അവസരം കിട്ടുകയാണെങ്കിൽ ആ പാട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആരാന്നേ ചന്ദ്രിക ഒന്ന് പാടും. എനിക്ക് അറിയത്തില്ല, അല്ല ഞാൻ പറയാം. ഒന്ന് പാടിക്കേ. ആരാന്നേ പാടിക്കേ, കേക്കട്ടെ. പാടൂ. അക്കാര്യത്തിൽ ഇന്നസെന്റ് തന്നെ എന്റെയും ഗുരു. പാടുന്ന് പറയത്തേ ഉള്ളൂ. ഇവിടെ
ഏ? ഇവിടെ ഞാൻ എങ്ങനത്തെ ടൈപ്പ് സിംഗറാണ്? മെലഡി ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മിക്കവാറും ചിന്നി ചിന്നി മിന്നി ചിന്നി ചിന്നി ഒന്ന് ഈ ട്രൈ ചെയ്യാം. പാട്ട് ചെയ്യുമ്പോഴേ ഒരു പാട്ടുകാരൻ മനസ്സിൽ വരുമോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരി മനസ്സിൽ വരുമോ? ഇല്ല, ചെയ്യുമ്പോ വരില്ല. ഇല്ല, അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് ആലോചിക്കുമ്പം നമുക്ക് തനിയെ ഒരാളെ അങ്ങ് മനസ്സിൽ തോന്നും. അതായത് ചില സ്ഥലങ്ങൾ ആ പാട്ട് സഞ്ചരിക്കുന്ന സമയത്ത് അയാളുടെ ശബ്ദത്തെ അറിയാതെ ആ പാട്ട് അയാളുടെ ശബ്ദത്തിൽ കേൾക്കും പാട്ട് കഴിയുമ്പോൾ. അപ്പൊ പിന്നെ അയാളിലേക്കുള്ള ഒരു യാത്രയായിരിക്കും.